ഹലോ ഗേസ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്കിന് മീൻ കിട്ടിയിരിക്കുന്നത് നെത്തോലിയും ചെറിയ മത്തിയും ആണ്. അപ്പം നമുക്കിന്ന് വേറെ കറികളൊന്നും ഇല്ല. നമുക്കിന്നൊരു രസവും ഈ നെത്തോലി കറിയും വെക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മുടെ മീൻ കറി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് രസത്തിനുള്ള അരിഞ്ഞ് പറക്കിയെടുക്കാം. അപ്പം നമ്മുടെ രസത്തിനുള്ള നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിയിട്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി വെന്തതിന് ശേഷം നമുക്ക് രസം വെക്കുന്ന കാണാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗോതമ്പ് ഇരുന്ന് അത് വെയിലത്തോട്ടിടാം. നല്ല വെയിലുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ഗോതമ്പ് വെയിലത്തോട്ടിട്ട് ഉണക്കാം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പാണ്. അത് ഞാൻ നല്ലതുപോലെ പാറ്റി കഴുകി ഉണക്കി പൊടിപ്പിക്കാനായിട്ടാണ്. ഇന്നലെ നമുക്കിവിടെ മൊത്തം മഴയായിരുന്നു. ഇപ്പോഴാണ് ഇത്തിരി വെയിൽ ഉറച്ചത്. ആ സമയത്ത് നമുക്ക് ഈ ഗോതമ്പ് വെയിലത്തിട്ട് ഉണക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കി വെച്ചിട്ട് നമുക്ക് രസം വയ്ക്കാം. അപ്പം നമ്മൾ രസത്തിൻ്റെ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. ഒക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി കറിവേപ്പില ഇട്ട്. നമുക്ക് വറ്റൽ മുളകില്ല, തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം വാടിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തതാണിത്. ഒരു കരണ്ടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കണ പുളിവെള്ളം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മെയിൻ സാധനം കുരുമുളക് പൊടി. കുരുമുളക് പൊടി എനിക്ക് ഇത്തിരി രസത്തിന് കൂടി നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒന്ന് ഇളക്കി ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ടക്കായാണ് ഇത് കൂടെ നല്ല ടേസ്റ്റ്, പക്ഷേ ഇത് പൊടിക്കായ ഉള്ള എൻ്റെ കയ്യിൽ. നമുക്കതിട്ട് കൊടുക്കാം. ഇത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. പക്ഷേ രസത്തിൽ മല്ലിയില ഇടുന്നത് നല്ല ടേസ്റ്റാണ്, നല്ല മണവും കിട്ടും. അപ്പോൾ ഞാൻ മല്ലിയില ഉണ്ടെങ്കിൽ ഞാൻ മല്ലിയില ഇട്ടാണ് രസം വയ്ക്കാറ്. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ രസമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ രസം ആയിട്ടുണ്ട്. നമുക്ക് നല്ല നെത്തോലിയും ചെറിയ മത്തിയും കൂടെ കറി വെച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഊണ് കഴിക്കാം. അപ്പം നമ്മുടെ ചോറും നെത്തോലി കറിയും കുറച്ച് നെത്തോലി ഞാൻ അതിൽ നിന്ന് എടുത്ത് വറുത്തതുണ്ട്. അപ്പം നമ്മുടെ രസം ആദ്യം നമ്മളെ രസം ഒഴിച്ച് കൂട്ടി നോക്കാൻ കൊള്ളാവും. കാരണം കോളേജ് സ്കൂൾ പിള്ളേരെ കൂടുതൽ കുറെ ആൾക്കാരോട് വരുന്നുണ്ടാണ്. നമുക്ക് രസം ഒഴിച്ച് ചോറ് കഴിച്ചു നോക്കാം. ഒന്നും പറയില്ല, ചോറുണ്ട്. എന്താ പറയാ, അടിപൊളി. ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് വൈറ്റ് ഡോണറ്റ് അല്ല, മിൽക്കി ബൺ. നല്ല ടേസ്റ്റ് ഉണ്ട്. മിൽക്കി ബണ്ണാണ്. രസത്തിന്റെ മല്ലിയിലയുടെയും കുരുമുളകിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ തിന്നിട്ട്